യെസ്, അപ്പോൾ സ്ഥാനാർത്ഥി നിർണയ സാധ്യതകളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കളം ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത്. നേരത്തെ ലീഗിലെ സാധ്യതകൾ, LDF സാധ്യതകളൊക്കെ നമ്മൾ നോക്കി. ഇനി ഒന്ന് കേരള കോൺഗ്രസിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ തൊടുപുഴയിലേക്ക് പോകണം. അവിടെ അപ്പു ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ മുതിർന്ന കേരള കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരികയാണ്. PJ ജോസഫ് വീണ്ടും മത്സരിക്കണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. അപ്പുവിനെ രംഗത്തിറക്കാൻ മോൻസ് ജോസഫ് കരുക്കൾ നടത്തുന്നതിനിടെയാണ് ബദൽ ശ്രമം കൂടി വരുന്നത്. മക്കൾ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് നേതാക്കൾ PJ ജോസഫിനോട് ആവശ്യപ്പെട്ടേക്കും. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, ഈ അപ്പു ആ സീറ്റിൽ, തൊടുപുഴ സീറ്റിൽ തന്നെ മത്സരിക്കാനുള്ള സാധ്യതകളായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നത്. ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? PJ ജോസഫ് തന്നെ ഒടുക്കത്തിൽ കളത്തിലിറങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത്. PJ ജോസഫും അപ്പു ഒഴികെയുള്ള നേതാക്കളുടെ ഒരു മനസ്സിലിരിപ്പൊക്കെ എങ്ങനെയാണ്? സിഫുദ്ദീൻ ജിൽസി, ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ മകനായ അപ്പു ജോൺ ജോസഫിനെ കൂടി തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം ജോസഫിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. PJ ജോസഫ് ആ നിലയിലുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന് വലിയ പിന്തുണ പാർട്ടിക്കുള്ളിൽ മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം നേതാക്കൾ നൽകുകയും ചെയ്തു. അപ്പോൾ PJ ജോസഫിനൊപ്പം തന്നെ അപ്പു ജോൺ ജോസഫും ഒരുമിച്ച് മത്സരിക്കുക എന്നുള്ള നിലയിലേക്കൊക്കെയും കാര്യങ്ങൾ പോയിരുന്നു. പാർട്ടി മത്സരിക്കുന്ന കോതമംഗലം സീറ്റിലോ അല്ലെങ്കിൽ ഇടുക്കി സീറ്റിലോ ഒക്കെയും അപ്പുവിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങളും അത്തരത്തിലുള്ള ചർച്ചകളും പാർട്ടിക്കുള്ളിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇതിനെതിരെ ഒരു സ്വരം പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. തൊടുപുഴയിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയിലെ മുതിർന്ന നേതാക്കളായ, പാർട്ടിയുടെ ആദ്യഘട്ടം മുതൽ തന്നെ PJ ജോസഫിനൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ചില നേതാക്കളാണ് ഈ നീക്കത്തിനെതിരെ അപ്പുവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില അപശബ്ദങ്ങൾ ഉയർത്തുന്നത്, ചില എതിർപ്പുകൾ ഉയർത്തുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ അപ്പു പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് സ്റ്റേറ്റ് കോർഡിനേറ്റർ സ്ഥാനത്തേക്ക് വരുന്ന ആ ഘട്ടത്തിൽ തന്നെയും പാർട്ടിയുടെ മുൻഭാഗങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിഞ്ഞ ചില നേതാക്കളാണ് ഇപ്പോൾ ഈ ശബ്ദവുമായി രംഗത്ത് വരുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കേരള കോൺഗ്രസിന്റെ ശരിയായ രാഷ്ട്രീയ പാരമ്പര്യം മക്കൾ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും PJ ജോസഫ് തൊടുപുഴയിൽ മത്സരിക്കുകയും അപ്പുവിനെ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള സമയം കൊടുക്കുകയും വേണം എന്നുള്ള ആവശ്യമാണ് ഈ മുതിർന്ന നേതാക്കൾ ഉന്നയിക്കുന്നത്. അപ്പു ജോൺ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയതിനു ശേഷം മാത്രമേ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് അപ്പു കടന്നിട്ടുള്ളൂ എന്നുള്ള ഒരു വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. ദീർഘകാലത്ത് രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ടെങ്കിൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക്, മത്സര രംഗത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിന് ശ്രമിക്കാവുകയുള്ളൂ എന്ന ആവശ്യമാണ് ഇവർ PJ ജോസഫിന് മുമ്പിലിട്ട് വെക്കാൻ സാധിക്കുന്നത്. അതേസമയം മോൻസിന്റെ ഭാഗത്ത് നിന്ന് മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം നേതാക്കൾ ഒരേ സമയം PJ ജോസഫും അപ്പുവും മത്സര രംഗത്തേക്ക് വരണം, അങ്ങനെ ഒരു പുതിയ നേതാവിനെ കൂടി പാർട്ടിക്ക് സൃഷ്ടിച്ചെടുക്കണം എന്നുള്ള നിലയിലോട്ടുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതിനുവേണ്ടി ആദ്യഘട്ടത്തിൽ തൊടുപുഴയിൽ തന്നെയും PJ മാറിയതിനു ശേഷം അപ്പു മത്സരിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ PJ മാറിയിരിക്കുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുകയില്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തൊടുപുഴയിൽ നിന്ന് തന്നെ PJ ജോസഫ് മത്സരിക്കുകയും തൊട്ടടുത്തുള്ള കോതമംഗലത്തോ അല്ലെങ്കിൽ ഇടുക്കി സീറ്റിലോ അപ്പുവിനെ മത്സരിപ്പിക്കുക, അങ്ങനെ മകനും അച്ഛനും ഒരേ സമയം മത്സരരംഗത്തേക്ക് വരിക എന്നുള്ള ആലോചനകൾ നടക്കുന്നതിനിടയിലാണ് ഈ തരത്തിലൊരു ബദൽ നീക്കം പാർട്ടികൾ രൂപപ്പെടുന്നത്. വളരെ ശക്തമായിരിക്കും എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആദർശം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇവർ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്, ഇതിനെ എതിർപ്പ് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അത് ദീർഘകാലം PJ ജോസഫുമായി ആത്മബന്ധം നിലനിർത്തിയ, ആദ്യഘട്ടങ്ങളിൽ തൊടുപുഴയിൽ വലിയ വേരുകൾ ഉണ്ടാക്കുന്നതിന് PJ ജോസഫിന് സഹായിച്ച മുതിർന്ന നേതാക്കളാണ് ഈ നിലയിൽ വിമർശനമുയർത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും അത്തരം ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. അപ്പു ഇത്തവണ മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ഒരുപക്ഷെ മത്സരത്തിന് രംഗത്തേക്ക് വന്നാൽ PJ ജോസഫ് മാറിയേൽക്കാൻ സാധ്യതയില്ല. മറ്റൊരിടത്ത് അപ്പു മത്സരിക്കുകയും അച്ഛനും മകനും ഒരുപോലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരാനും സാധ്യതയുണ്ട്. പക്ഷേ കേരള കോൺഗ്രസിനുള്ളിൽ ചില ഡൈനാമിക്സുകൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ പിന്നോട്ട് പോയ, മാറി നിൽക്കപ്പെട്ട ചില നേതാക്കൾ കൂടി ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുന്നോട്ട് വരികയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. PJ ജോസഫ് മുന്നോട്ട് വയ്ക്കുന്ന കേരള കോൺഗ്രസിന്റെ ആദർശ രാഷ്ട്രീയത്തിന് എതിരായി മക്കൾ രാഷ്ട്രീയത്തെ കൊണ്ടുവരരുത് എന്നുള്ള ആവശ്യമാണ് PJ ജോസഫിന് മുമ്പിൽ ഈ മുതിർന്ന നേതാക്കൾ ഉന്നയിക്കുക എന്നുള്ളതാണ്. സൈഫുദ്ദീൻ, ജിൽസി. അങ്ങനെയാണെങ്കിൽ PJ ജോസഫ് തന്നെ വീണ്ടും കളത്തിലിറങ്ങേണ്ടി വരുമോ എന്നുള്ളതാണ്. അപ്പോൾ വയസ്സാം കാലത്ത് അദ്ദേഹം വീണ്ടും ഇറങ്ങുന്നത് കാണാനുള്ള കരുത്തില്ല. നല്ലത് മകനായിരിക്കും എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ചില നേതാക്കൾ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ജോസഫ് തന്നെ രംഗത്തിറങ്ങണം. അപ്പോൾ മക്കൾ രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് കേരള കോൺഗ്രസ് അതിൽ തീരുമാനമെടുക്കുക എന്ന് തന്നെ അറിയണം. ശരി.